ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഒരു നിമിഷം ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ, ദൈവമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ധ്യാനത്തിലുടനീളം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന. യേശുവരാ വന്ദനു ഞാൻ തേജസ്സിൽ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി
ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുടെ നിയോഗങ്ങളും കൃപാസനത്തിന് പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനൊപ്പം അപ്പോസ്തല സമൂഹം സെഹിയോൻ മാളികയിൽ ധ്യാനിച്ചപ്പോൾ ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും പരിശുദ്ധാത്മ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും മേൽ സമയബന്ധിതമായ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഈശോയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെയും അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്സി പ്രിൻസ്. ഇത് ഹസ്ബൻഡ് പ്രിൻസ്, മൂത്ത മകൻ റിച്ചാർഡ് അന്റോണിയോ, ഇളയ മകൻ ആൽഫി പ്രിൻസ്. ഞങ്ങൾ വരുന്നത് മുണ്ടമ്മേലി, കൊച്ചിയിൽ മുണ്ടമ്മേലി എന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് ലൂയിസ് ചർച്ച്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 11-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഹസ്ബൻഡ് 14 വർഷത്തോളം വിദേശത്തായിരുന്നു. എനിക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനോ നല്ലൊരു ഭവനം വയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു പോകുമ്പോഴേക്ക് ഇത്രയും നാളും വിദേശത്ത് നിന്ന് ആളുടെ ഒരവസ്ഥ അല്ലല്ലോ എന്ന് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു. പലരുടെയും ചോദ്യം ഞങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബോധ്യത്തിൽ ഹസ്ബൻഡ് അനാവശ്യമായി പൈസ കളയുന്ന ഒരാളല്ല. ഞാനും ആ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ തന്നെ എൻ്റെ പിടിപ്പുകേടും എൻ്റെ കഴിവില്ലായ്മയാണ് ഇങ്ങനെയൊക്കെ ആയെന്നുള്ള വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മെൻ്റലി ഡൗണായി ആകെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ 2 പുതുക്കലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനും പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. പക്ഷേ 3ാമത്തെ പുതുക്കൽ ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി നിർത്തിയൊരു പലചരക്ക് കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും കുറേ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ആ 3ാമത്തെ പുതുക്കലിൽ ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് മെയിനായിട്ട് വെച്ചത് ഒന്നെങ്കിൽ പലചരക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണേ, അല്ലെങ്കിൽ അത് നിർത്തിയാൽ അതിൻ്റെ മേലുള്ള കടം വീട്ടാനുള്ള വിധത്തിലൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം വെച്ചത്. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് മോൻ +2 കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ SSR നേവിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടണമെന്നും അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചത് ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. ആ കമ്പനിയിൽ വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഹസ്ബൻഡ് നിർത്തി പോരാതെ എപ്പോഴും തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ ആ കമ്പനിക്കൊന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണോ, അല്ലെന്നാണെങ്കിൽ ഹസ്ബൻഡിന് അത് നിർത്തി പോരാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേ എന്ന്. ആ 3ാമത്തെ പുതുക്കലിൽ തൊട്ടടുത്തുള്ള 3 മാസമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇതെല്ലാം ക്രമപ്പെടുത്തി തന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. ആദ്യമേ തന്നെ മോന് നേവിയിൽ അപ്ലൈ ചെയ്തത് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുറവുകളും നിറവുകളാക്കി അമ്മ ഓരോ എക്സാമിലും PFTയും ട്രിവാൻഡ്രത്ത് പോയത് എക്സാമൊക്കെ എല്ലാം അനുഗ്രഹിച്ച് പാസ്സാക്കി കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് മോൻ ഗോവയിൽ അവിടെ സ്ഥിരമായി തുടരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി അതിന് പറയുന്നു. പിന്നെ എൻ്റെ കാര്യം, കട എനിക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ 2.5 ലക്ഷത്തോളം വലിയൊരു കടമായിട്ടാണ് ഞാൻ ആ കട അടയ്ക്കുന്നത്. പക്ഷേ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിൻ്റെ കടം വീട്ടാനുള്ള വിധത്തിൽ ഒരു സാലറിയോടുകൂടി നല്ലൊരു ജോലി തന്ന് അമ്മ അനുഗ്രഹിക്കുകയുണ്ടായി. ഇപ്പോൾ ആ കടങ്ങളെല്ലാം ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ അമ്മ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും അതിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം, വിദേശത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്ക് അറബാവിയുടെ ഓഫീസിൽ ഹസ്ബൻഡ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അറബാവ് കമ്പനിയുടെ ഒരു കാര്യം അവിടെ ഡിക്ലെയർ ചെയ്തു. കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് പോകാവുന്ന വിധത്തിൽ അത് ഹസ്ബൻഡിന് അത് വേണ്ട, അവിടെ നിൽക്കേണ്ട എന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് ഒരുക്കി തന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് അതെല്ലാം അമ്മ റെഡിയാക്കി തന്നതാണ്. അമ്മ ഈശോ വഴി തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ 3 ഇവിടെ നിന്ന് അമ്മ വഴി ഈശോ നേടിത്തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്ന ശേഷം പ്രിൻസിന് മുന്നോട്ട് നിന്നു പോകാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം 14 വർഷത്തോളം നല്ല ഗ്യാപ്പായിരുന്നു. മരപ്പണിക്കാരനാണ്. പലയിടത്തും പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടി. ആ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ആകെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നത്, എനിക്കൊരു തച്ച് മുടങ്ങാതെ എന്നും ജോലി കിട്ടണേ മാതാവേ എന്നാണ്. ആ നിമിഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ ഒരു നല്ലൊരു കോൺട്രാക്ടറുടെ കീഴിൽ പണി മുടങ്ങാതെ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധാനപരമായി ജീവിച്ചു പോകാൻ ഞങ്ങളെ ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്കൊരു 8 വർഷത്തോളമായി യൂറിനൽ ഇൻഫെക്ഷനും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു.
അത് ഒത്തിരി മരുന്ന് കഴിച്ചു ഓയിൽമെൻറ്റ് വരട്ട് ഒരു മാറ്റവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഞാനൊരു സാക്ഷ്യത്തിൽ ഒരു അമ്മച്ചി ഈ ഉപ്പിട്ട് തൈലം ഉപയോഗിച്ച് ഇത് മാറിയ സൗഖ്യം പറഞ്ഞു. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഞാനും ഉടമ്പടി അല്ലേ, എനിക്കും അത് ഉപയോഗിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാനും കുളിക്കാനുള്ള വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ആ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിലും ഈ ഒരു സൗഖ്യം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത്. എനിക്കതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. ഇന്നെനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. ജോലി സ്ഥലത്താവട്ടെ എവിടെ ആവട്ടെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എവിടെയും പോകാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഈ അമ്മ വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 2024 മെയ് 5 ഇവിടെ വന്ന് ചോദിച്ചു. പിറ്റേ മാസം ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മയെ ഞങ്ങൾക്കൊരു കാറ് തരണേന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മയാണെന്ന്. മെയ് 5 ചോദിച്ചത് ജൂൺ 9 ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ജൂൺ 5 ഞങ്ങൾ പൈസ പോലും ഫുള്ള് കൊടുത്ത് തീർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാറ് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തന്നു അമ്മ. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. അമ്മച്ചിക്ക് 2016 തൊട്ട് ലിവർ സിറോസിസ് ഉള്ള വ്യക്തിയാണ്. അമ്മച്ചിക്ക് അതിൻ്റെ കൂടെ തന്നെ ഓവർ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഓവർ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ വീണ് പോയത് കണ്ടിട്ടാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നത്. അച്ഛനെ കണ്ടു. അച്ഛൻ മാതാവിനെ മുത്തിച്ചിട്ട് ഒരു ലോക്കറ്റ് തന്നു. ആ ലോക്കറ്റും കൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മച്ചിക്ക് കൈ മാറിയ നിമിഷം തൊട്ട് പൂർണ്ണ സൗഖ്യമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അമ്മച്ചിയുടെ ആ അവസ്ഥ മാറി. സ്വന്തമായിട്ട് അത് ക്ലീൻ ചെയ്യാനോ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ അവിടെ എല്ലാവരും പറയും അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട്. എല്ലാവർക്കും അത് അമ്മച്ചിനെ കാണുന്ന എല്ലാവരും ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അത് പറയും. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെയാണ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാനും ഹസ്ബൻഡും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെല്ലും. അതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒത്തിരി കൊന്ത ചെല്ലാനുള്ള ഒരു അവസരമുള്ളൊരു ജോലി സ്ഥലമാണ്. അവിടുത്തെ മേഡവും അങ്ങനെ തന്നെ ചെല്ലുന്നതിലും പ്രാർത്ഥന കേൾക്കുന്നതിലൊന്നും ഒരു എതിരും പറയില്ല. അപ്പം ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. എനിക്കറിയുന്നിടത്തും പള്ളിയിലും പറ്റുന്ന സ്ഥലത്തൊക്കെ. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ റോസി ചേച്ചി ബ്രദറും കൂടി എല്ലാ ആതുരാലയങ്ങളിലും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ എന്നും ജോലിക്ക് പോകുന്ന വഴി പൊതിച്ചോറ് അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള സമയം തൊട്ട് ഈ നിമിഷം വരെ ഒരു വലിയ തുകയൊന്നുമല്ല, ഒരു 1000 രൂപ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്ററിന് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ മുണ്ടമ്മലി പള്ളിയിൽ സേവർഗാൻ വട്ടയലച്ചൻ ദശാംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു ധ്യാനം നടത്തിയപ്പോൾ അത്ര നാൾ തോന്നാത്തത് ഒരു കാര്യം എനിക്ക് തോന്നി. ശമ്പളം കിട്ടുമ്പോൾ വലിയ ശമ്പളമൊന്നുമില്ല, എന്നാലും കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 500 രൂപ സാലറി എടുത്തിട്ട് വരുമ്പോൾ തന്നെ പള്ളിയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. മറവിയാൽ ഉപേക്ഷയാലും ഞാൻ എന്തെങ്കിലും സാക്ഷ്യത്തിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈശോയ്ക്കും അമ്മയോടും മാപ്പ് പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞാനൊരു പ്രൈവറ്റ് ചിട്ടി സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ചിട്ടിയുടെ കളക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ചേച്ചി അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ട് പോകാനായിട്ടാണ് വന്നപ്പോൾ ആ ഉടമ്പടി ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോടാണ് ഞാൻ ചോദിച്ചത്. ആ ചേച്ചി പറഞ്ഞു പെട്ടെന്ന് എടുത്തോ, ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം 9ാമത്തെ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിരാവിലെ ഇവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കുമായിരുന്നു. ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ഞാൻ ടോക്കൺ എടുത്ത് ചെയ്തത്.
ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു ചിട്ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാവപ്പിഴ കൊണ്ട് ഒരു കസ്റ്റമർക്ക് ചിട്ടി കൃത്യസമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കാശ് രൂപം കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് ആ ചിട്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും, എൻ്റെ ജോലി എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവസരത്തിൽ ഞാൻ ശരിക്കും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കാശ് രൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർ ലിസ്റ്റ് എടുത്ത് തരുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും അവരെന്നെ ഒന്നുകൂടെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്, ലിസ്റ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ലിസ്റ്റിലില്ലാത്ത ഒരു സാധനം കമ്പ്യൂട്ടറിൽ വരില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്ക് ഏകദേശം ഒരു 10-20 വർഷത്തിന് ആയിട്ട് എനിക്ക് ഉറക്കം എന്നുള്ള പ്രശ്നം വലിയൊരു ഇതായിരുന്നു. ഉറങ്ങാൻ കിടന്നിട്ട് 12 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരിക്കുകയും വീട്ടിൽ ചിലപ്പോൾ ഞാൻ വൈഫിനോട് പറയും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പം പ്രഷർ കൂടുതലുണ്ടാകും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു മരുന്ന് തരും, ഞാൻ തിരിച്ചു പോരും. എങ്കിലും എനിക്ക് ഉറക്കം വരികയല്ല. ഞാൻ വെളുക്കുന്നവരെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്തേന് അമ്മയുടെയും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഒട്ടും പറ്റണില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തന്നെ ഒന്നും. വീട്ടിൽ എൻ്റെ വൈഫിന് പോലും അറിയില്ല. ഞാൻ 12 മണിക്കും 1 മണിക്കും രാത്രിയിൽ തനിയെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. രാത്രിയിൽ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. വെളിയിൽ അമ്മയുടെ ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. ഞാൻ ചെന്ന് ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്ന് കഴിയുമ്പോൾ പോലും വൈഫ് അറിയാമല്ലോ. പിറ്റേ ദിവസം രാവിലെ വൈഫിന് ടെൻഷൻ ഉണ്ടാവുണ്ടല്ലോ എന്ന് കരുതി ഞാനത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈഫ് അത് അറിയുന്നത് തന്നെ. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലേക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയുടെ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇനി വരല്ലേ അമ്മേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോകില്ല. അതിന് മുമ്പ് ഞാൻ ഉറങ്ങും. എങ്ങനെയെങ്കിലും പിന്നെ ആ കാശ് രൂപം ഞാൻ എൻ്റെ തല അടിയിൽ വെച്ചിട്ടാണ് ഞാനത് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു മാറ്റം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞങ്ങൾ തമ്മിലൊരു ഐക്യം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ വഴക്കും ബഹളമായിട്ട് അലസി പോകാറാണ് പതിവ്. അവരാരും തമ്മിലൊരു സഹകരണമോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കരോ വിളിക്കോ പറച്ചിലോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊരുപാട് മാറ്റം വന്നു. എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വിളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ അടുക്കാറുണ്ട്. അവരെ ശത്രുക്കളായിട്ട് കണ്ടവർ പലരും തന്നെ ഇപ്പോൾ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കാരണം കളക്ഷൻ എടുക്കാനായിട്ട് പല സ്ഥലത്ത് വരെയും പോകണം. 40 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പലപ്പോഴും ഞാൻ രാവിലെ 10:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഉച്ചയ്ക്ക് 1:30 ഊണ് കഴിക്കുന്നവരെയും അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആ ഊണ് കഴിക്കാനിരുന്ന സമയത്ത് മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും കാണുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ ഈ ഇന്നലെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും ജോലി കഴിഞ്ഞ് വൈകിട്ട് 7:30 ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. മക്കൾ 2 പെൺകുട്ടികളാണ്. ഇളയാൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരി തനിയെ പാചകം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നലെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എന്തോ പാചകം ചെയ്തിട്ട് 6 മണിക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വരുന്ന സമയം വരെ ഗ്യാസ് സ്ലിമ്മിലാണ് ഇരിക്കുന്നത്. റൂമിലേക്ക് കയറിയപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സ്മെല്ലുണ്ട്. പക്ഷേ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചതിൻ്റെ മണാന്ന് കരുതി ഞാനും വൈഫും അതൊന്നും നോക്കാതെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. സായന പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് ഗ്യാസ് ഓണായിരിക്കുന്നത് അറിയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ആ നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വാതിലൊന്ന് തുറന്നായിരുന്നു. ആ സമയത്തായിരിക്കും ചിലപ്പം എന്തോ ഇത് ഓഫായി പോയിരിക്കുകയാണ്, ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. മുറിക്കകത്ത് വന്നില്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ളായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും അമ്മ ആ സമയത്ത് വന്ന് എൻ്റെയും എൻ്റെ മക്കളെയും സംരക്ഷിച്ച് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
പിന്നെ പ്രേക്ഷിത പ്രദർശനം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ അത് ബസ് സ്റ്റാൻഡിലും അറിയുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ടോക്ക് ഒരു ദിവസം പോലും മുടക്കാറില്ല. അത് എല്ലാ ദിവസവും 5:30 കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തിൽ ഞാൻ കാണാറുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വൈക്കത്ത് ഒരു മൂത്തേടത്ത് കാവിലൊരു അമ്മമാർ മാത്രം നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ പ്രായമായ അമ്മമാർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും വൈഫും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേരെയും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വീതം എടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്തു. അവിടുത്തെ ഒരു മദർ നല്ല ഒരു അമ്മയാണ്. ആ അമ്മ വിളിക്കും, പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊണ്ട് തന്നാൽ മതി എന്നേ പറയാറുള്ളൂ. എങ്കിലും ഇപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഞാൻ പോകുന്ന പല സ്ഥലത്തുനിന്ന് പലരോടും പറഞ്ഞ് അവരും കൂടെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ അവിടെ 2-3 അമ്മമാർക്ക് കാല് പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ അവിടെ കിട്ടാറില്ലെന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കുറച്ച് ചെറിയൊരു തുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ ചില റീലുകൾ കാണുമായിരുന്നു. അപ്പോൾ ഒരു റീല് കണ്ടപ്പോൾ അതിൽ ജപമാല വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാമെന്ന് കണ്ടു. ഞാൻ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്തപ്പോൾ ആദ്യം 2 ദിവസത്തേക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം എനിക്കിങ്ങോട്ട് റിപ്ലൈ തരും. ഒരു സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരെന്ന് ഏതൊന്നും മുഖമൊന്നും കണ്ടില്ല. അതിലൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ജപമാല ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ജപമാല ചൊല്ലാൻ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ വോയിസ് മെസ്സായിട്ടെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തു, ജപമാല ഞാൻ അയച്ചു തരാം, എത്ര ചെല്ലേണ്ട രീതികളും ഞാൻ പറഞ്ഞുതരാമെന്ന്. 2 ദിവസം പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് മെസ്സേജ് അയക്കുന്നത്. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് 2 ജപമാലയും 1 ജപമാല ചെല്ലേണ്ട പുസ്തകവും വന്നു. അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏതാണെന്ന് പോലും മനസ്സിലായിട്ടില്ല ഇന്ന് വരെ. അത് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അത് സത്യമായ കാര്യമാണത്. കാരണം ഇപ്പോഴും ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല ജപമാല. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വാങ്ങിച്ചിട്ട് പോയി. അതും എനിക്ക് സമയം കിട്ടുന്ന പോലെ സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട്. ഇത്രയും എല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുകയാണ്.